ഗൈസ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നെൻ്റെ കയ്യിലുള്ള റിയൽമിയുടെ ബഡ്സ് എയർ 6 ആണ്. അപ്പോൾ ഈ 6നെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ 3000 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 3500 3300 ആ റേഞ്ചാണ് ഇതിന് ഓൺലൈനിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓഫർ ടൈമിലാണ് തോന്നുന്നു 3000 രൂപയ്ക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇങ്ങനത്തെ ഒരു പാക്കേജിങ്ങിനകത്താണ് നമ്മുടെ റിയൽമിയുടെ ബഡ്സ് എയർ 6 വരുന്നത്. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ TWSൻ്റെയും കൂടെ കിട്ടുന്ന പോലെ തന്നെ TWS വരുന്നുണ്ട്, അതുപോലെ ഇതിൻ്റെ ഇയർ ടിപ്സ് വരുന്നുണ്ട്, യൂസർ മാനുവൽ വരുന്നുണ്ട്, C ടൈപ്പ് ചാർജിങ് കേബിൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മൾ TWSലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഒരു ഫ്രണ്ടിലായിട്ട് റിയൽമിയുടെ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ, കാരണം റിയൽമിയുടെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേഷൻ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഗ്രീൻ കളറിലായിരിക്കും ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് ഓൾറെഡി പെയർ ആയിട്ടുണ്ട് ഗ്രീനിലായിരിക്കും, പെയർ ആവാത്ത പക്ഷം വൈറ്റ് ആയിരിക്കും, ചാർജ് ഇല്ലെങ്കിൽ റെഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ 3 കളറിലായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അത് വെച്ച് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. പിന്നെ C ടൈപ്പ് ചാർജിങ് പോർട്ട് വരുന്നുണ്ട് തൊട്ട് താഴെയായിട്ട്. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ബട്ടൺ വരുന്നുണ്ട്, പെയറിംഗ് ബട്ടൺ. നമുക്കിത് റീസെറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഡിസൈനിലോട്ട് വരുന്ന സമയത്ത് കയ്യിൽ പിടിക്കുമ്പം അത്യാവശ്യം ലോ ക്വാളിറ്റി പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ സാധാരണ എല്ലാ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്തും അത്യാവശ്യം പ്രീമിയം ഫീൽ കിട്ടാറുണ്ടെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് അങ്ങനെയല്ല. പിന്നെ ടോപ്പ് വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇളക്കം നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു സൗണ്ടും കേൾക്കുന്നുണ്ട് കയ്യിൽ പ്രസ് ചെയ്ത് പിടിക്കുന്ന സമയത്ത്. റിയൽമിയുടെ എല്ലാ വില കൂടിയ ഈ TWS എടുക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് റിയൽമിയുടെ ബഡ്സ് എയർ 5 Pro ആണ്. അതിലും സെയിം ഇഷ്യൂ ഉണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ 6 Proയും ഉണ്ട്, അതിലും ഈ ഒരു സെയിം ഇഷ്യൂ ഉണ്ട്. ബാക്കി ഇതിന് മുമ്പ് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ടെന്ന T300 എന്ന് പറയുന്ന മോഡലൊന്നും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ കണ്ടിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് അറിയില്ല. നല്ലോണം ഈ ഒരു ക്വാളിറ്റി ഇല്ലായ്മ ഇത് പിടിക്കുമ്പോൾ നല്ലോണം ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്തോട്ട് വരുന്ന സമയത്ത് ഗ്ലോസി ഫിനിഷിങ് കാര്യങ്ങളൊന്നുമല്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും സ്ക്രാച്ച് ആവത്തില്ല. എന്നാൽ ഇത് കയ്യിൽ നിന്ന് 2-3 പ്രാവശ്യം താഴെ വീണിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. അത് പിന്നെ വീണ് കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ പുറത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഓറഞ്ച് കളറിലാണ് ഇതിൻ്റെ ഡിസൈൻ മൊത്തം വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. മാഗ്നറ്റ് അത്യാവശ്യം പവർഫുൾ ആണ്. എത്ര അങ്ങ് ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാലും താഴോട്ട് വീഴുന്നൊന്നുമില്ല. നല്ലോണം ഷെയ്ക്ക് ചെയ്ത് നോക്കി താഴോട്ട് വീഴുന്നില്ല. അത് അത്യാവശ്യം പവർഫുള്ളാണ്. നമ്മുടെ ഇയർ പീസസിലോട്ട് വരുന്ന സമയത്ത് ഇതാണ് നമ്മുടെ ഇയർ പീസസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് 3 മൈക്ക് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു സാമ്പിൾ എനിക്ക് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു TWS വെച്ചിട്ട് ഞാനൊരു മാളിൽ നിന്നുള്ള സൗണ്ട് ഔട്ട്പുട്ടാണ്. നല്ല രീതിയിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോയ്സ് അത്യാവശ്യം നല്ലോണം ഉണ്ട്. നിങ്ങൾ അങ്ങനത്തെ ഒരു പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് ഇതിന് വരുന്ന ഓഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് കുറച്ചും കൂടെ ഈ പുറത്തുള്ള ബഹളങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ വരുമ്പം എങ്ങനെയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ സ്റ്റോറിൻ്റെ അകത്താണുള്ളത്. ഇവിടെ ചെറിയ രീതിയിൽ മ്യൂസിക്കും കാര്യങ്ങളും പ്ലേ ചെയ്യുന്നുണ്ട്. പക്ഷേ അതെനിക്ക് തോന്നുന്നു അത് ഔട്ട്പുട്ടിൽ വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ആ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് നേരത്തെ അത്രയുള്ള ഗ്ലാസ് ഡോർ ആയിരുന്നു. കുറച്ചും കൂടി അകത്തോട്ട് കയറി നിൽക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം. ഏകദേശം ഈ ഒരു ഫീലായിരിക്കും നിങ്ങൾ വീട്ടിൽ നിന്ന് നോർമലി കോൾ ചെയ്യുന്ന സമയത്തും ബാക്കിയുള്ള സമയത്തൊക്കെ ഉണ്ടാവുക. ഈ മൈക്കിലൂടെയാണ് ഞാനിപ്പോൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് 12.4 mm ഡൈനാമിക് ബാസ് ബൂസ്റ്റ് ഡ്രൈവർ എന്നൊക്കെ പറയുന്ന ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിലൂടെ വെച്ച് നമുക്ക് സിനിമ കാണുന്ന സമയത്തും പാട്ട് വയ്ക്കുന്ന സമയത്തും നല്ലൊരു സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ബേസ് ലവറൊക്കെയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ടച്ച് കൺട്രോളും കാര്യങ്ങളും കൊടുത്തേക്കുന്നത് പുറകിൽ ഈ മോൾ വശത്തായിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് വണ്ടിയിൽ പോകുന്ന സമയത്തും ഹെൽമെറ്റിൻ്റെ അടിയിൽ കൂടെയൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നോർമലി ഈ 5 Proയുടെയും 6 Proയുടെയും ആ പ്ലെയിൻ ആയിട്ടുള്ള പോർഷനിൽ കൊടുത്ത പോലെ അല്ലാണ്ട് ഈ സെപ്പറേറ്റ് ആയിട്ട് സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് ടച്ച് കൺട്രോൾസും കാര്യങ്ങളും ഓക്കെയാണ്. വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിലുണ്ടായിരിക്കില്ല. പിന്നെ ഇയർ പീസസ് 3 ഓപ്ഷൻസ് വരുന്നുണ്ട്. നിങ്ങളുടെ ചെവിയിൽ ഏതാണോ കംഫർട്ടബിൾ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ ഡിസൈനിലോട്ട് വരുന്ന സമയത്ത് ഉൾവശത്ത് ഒരു വൈറ്റ് ആണ്, ഒരു ഗ്ലോസി ടൈപ്പിലൊരു വൈറ്റ് ആണ് വരുന്നത്. പുറകുവശത്തായിട്ട് ഒരു സിൽവർ കളറും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടെ എന്ന് വെച്ചാൽ 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോയ്സ് ക്യാൻസലേഷൻ നമുക്ക് നല്ല തിരക്കുള്ള ഏരിയയിൽ പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ബാക്കി എല്ലാ കാര്യം കൊണ്ടും സാധനം വെർത്താണ്, ഓക്കെയാണ്. പക്ഷേ ഈ ഒരു ടോപ്പിൻ്റെ ഇളക്കം ബുദ്ധിമുട്ടാക്കില്ല എന്ന് വിചാരിക്കും. പക്ഷേ നമ്മൾ ഇത്രയും പൈസ കൊടുത്തൊരു സാധനം വാങ്ങിക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് മൊത്തം കൺട്രോൾ ചെയ്യാൻ വേണ്ടി റിയൽമി ലിങ്ക് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമുക്കിത് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അതൊക്കെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്താണുള്ളത്. ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ആ ആപ്പ് ഓപ്പൺ ആക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും ഞാൻ താഴെ കൊടുത്തേക്കാം.